ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളെല്ലാവരും മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ടാകും, പക്ഷേ ഇതേമാതിരി ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു മുട്ടക്കറി അപ്പം, ഇടിയപ്പം, പൊറാട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ഒരു മുട്ടക്കറിക്ക് ഉള്ളി വഴറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഒരു 3-4 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 10 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് 4 കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഈ പുഴുങ്ങിയ മുട്ടയിൽ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രത്തിൽ ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂണ് പെരുംജീരകം, 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അതിനുശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു അരപ്പ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ തക്കാളിയുടെ പ്യൂരി ഉണ്ടെങ്കിൽ ഇതിന് പകരം അത് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ടീസ്പൂണിന് പകരം 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത്
നന്നായിട്ട് എല്ലാം കൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.